ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പരിപാടികളുണ്ടാവുമല്ലോ, കല്യാണമോ പെരേക്കൂട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ, കുടുംബസംഗമമുണ്ട്. അപ്പം അതിന് പോകാനുള്ള പ്രിപ്പറേഷനും എല്ലാം കേട്ടോ. അതുകൂടാതെ ഈ വീഡിയോയിൽ കൂടെ ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഓരോരോ കമൻറ്റ് ഇങ്ങനെ വരും എന്നെക്കുറിച്ച് ചോദിച്ചിട്ട്. അപ്പം അതെല്ലാം ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഒരു 6 മണിയെല്ലാം ആയിക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞും തണുപ്പും എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് ഫംഗ്ഷന് പോകേണ്ടത് കൊണ്ട് തന്നെ വേഗം പണിയെല്ലാം തീർക്കണം. വന്നിട്ട് പണിയെടുക്കാനൊന്നും നിൽക്കില്ല, മടിയായിരിക്കും. അതിനെക്കൊണ്ട് പോകുന്നതിന് മുന്നേ വേഗം പണിയെല്ലാം എടുത്ത് തീർക്കും കേട്ടോ. വന്നിട്ട് എടുക്കുകയില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഇങ്ങനെ വീടിങ്ങനെ അൽക്കുലത്തായി കിടക്കുന്ന കണ്ടാലും എന്തോ പറയുക, മൈൻഡ് ഒരു റിലാക്സ് അല്ലാത്ത പോലെ തോന്നും. അതിനെക്കൊണ്ട് ഇടയിൽ ഇങ്ങനെ ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ തന്നെ പണിയെല്ലാം എടുത്ത് തീർത്തിട്ട് തന്നെയാണ് കേട്ടോ പോവൽ. ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ മുറ്റെല്ലാം വേഗം ഒന്ന് അടിച്ചേരിയിട്ട് എടുക്കലാണേ. എന്നും മുറ്റടിക്കൽ ഈ ടൈമിലല്ല, ഞാൻ ഉള്ളിലെ പണിയെല്ലാം തീർന്നിട്ടാണ് കേട്ടോ മുറ്റടിക്കൽ. പക്ഷേ ഇന്ന് ഇങ്ങനെ വേഗം പോകേണ്ടത് കൊണ്ട് വേഗം ഒന്ന് ഫ്രീ ആകുന്ന ടൈമിൽ വേഗം ഒന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ മുറ്റെല്ലാം അടിക്കാൻ പോകുന്ന ടൈമിൻ്റെ മുന്നേ ഞാൻ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് തണുപ്പെല്ലാം പോയി കിട്ടി. ഇനിയിപ്പം വേഗം കറി വെക്കലാണ്. രാവിലത്തേക്കും മോന്തിക്കത്തേക്കും കൂടിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്, ഒപ്പരാണ് കറി വെക്കുന്നത്. എന്നാൽ പിന്നെ വന്നതിന് കറിയൊന്നും വെക്കണ്ടല്ലോ എഴുതിയിട്ട് മോന്തിക്കത്തേക്കും കൂടിയിട്ട് കറി വെക്കലാണ്. തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അതിനെക്കൊണ്ട് വേഗം തേങ്ങയെല്ലാം ഒന്ന് ചെറുകിയിട്ട് എടുക്കലാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ചുടണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയെല്ലാം ഉണ്ട്. പിന്നെ പണി തീർക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചാരി തുടക്കാൻ അതെല്ലാം ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അവിടെ പരിപാടി 9 മണി ടു 5 മണി വരെയാണ്. അതിനെക്കൊണ്ട് ഉച്ചക്കത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ എനിക്കിങ്ങനെ മിക്ക കമൻറ്റും വരുത്തുന്നുണ്ട്, നിങ്ങൾ കണ്ണൂരാണോ, കണ്ണൂർ സ്റ്റൈലാണല്ലോ സംസാരിക്കലെന്നെല്ലാം ചോദിച്ചിട്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാലം വയനാട് ടു കൊടക് ആ ഒരു ഭാഷ മിങ്കിളായിട്ടേനു കേട്ടോ സംസാരിച്ചിട്ടുണ്ടായത്. ഇപ്പം ഇങ്ങനെ കുറേ കണ്ണൂർ വ്ളോഗ്സ് എല്ലാം കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഓരോ ഭാഷയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഷ വേഗം ക്യാച്ച് ചെയ്യും കേട്ടോ. പിന്നെ അതായിരിക്കും എൻ്റെ വായിലിങ്ങനെ വരിക, ആ ഒരു സ്ലാങ് ആയിരിക്കും കേട്ടോ വരിക. അതിനെക്കൊണ്ടാണ് അതിങ്ങനെ സംസാരിക്കുന്നത്. അതിങ്ങനെ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയും, ഏതെങ്കിലും ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. ഞാൻ ചിലപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താണ് സംസാരിക്കുന്നത് കേട്ടോ. അതിനെക്കൊണ്ടാണ് അങ്ങനെ ആ ഒരു സ്റ്റൈൽ വരുന്നത്. ഇനിയിപ്പോൾ കറിയെല്ലാം ആവുന്ന ടൈമിൽ ഞാൻ കുറച്ച് പോകാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്യാനുണ്ടേനു. അപ്പം അതെല്ലാം വേഗം ഒന്ന് അയൺ ചെയ്യട്ടെ കേട്ടോ. അത് അങ്ങനെയാണ്, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഇങ്ങനെ അയൺ ചെയ്തെടുക്കുക എന്നല്ലാതെ ഇങ്ങനെ ഫ്രീ ആയി ഇരിക്കുന്ന ടൈമിലൊന്നും അയൺ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. അതിനെക്കൊണ്ട് ആ സ്പോട്ടിൽ വേഗം അയൺ ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ. അത് ചിലപ്പം പണിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കറണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറണ്ട് ഇല്ലാത്ത സമയത്ത് പെട്ട് പോകുന്ന നിമിഷം വരെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ മറ്റേ ചിരട്ടേൻ്റെ ഇതെല്ലാം ഇട്ടിട്ട് കത്തിക്കുന്നൊരു ഇസ്തിരിപ്പെട്ടില്ലേ, അത് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്തിട്ട് വരെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറണ്ട് ഇല്ലാതെ പെട്ടുപോയ ദിവസങ്ങളിൽ ഇങ്ങനെ പണിയെല്ലാം കിട്ടിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇങ്ങനെ കറണ്ടിന് ഞാൻ പോകുന്നുണ്ടെന്നുള്ള ന്യൂസ് കിട്ടീനി, അതുകൊണ്ടാണ് കറണ്ട് പോകുന്നതെന്നെല്ലാം ഇങ്ങനെ വിചാരിക്കും കേട്ടോ. ചിലപ്പം ഇങ്ങനെ അയൺ ചെയ്യാൻ വരുന്ന ടൈമിൽ കറണ്ട് പോകും. എന്നിട്ട് കുറേ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ പോയിക്കുണ്ടാവും കേട്ടോ. അതിൻ്റെ ശേഷമല്ലായിരിക്കും കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ പണിയെല്ലാം കിട്ടിയ ദിവസങ്ങളുണ്ട്. ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടേനു കേട്ടോ അയൺ ചെയ്യാണ്ട് വന്നിട്ടുള്ളത്. അപ്പം ആ കറി ഒന്ന് നോക്കാൻ ഉമ്മച്ചിനോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉപ്പാൻ്റെ ഉമ്മയുണ്ട്, ഉമ്മാൻ്റെ ഉമ്മയുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇത് ഉമ്മാൻ്റെ ഉമ്മ, എനിക്ക് കാണിക്കുന്നത് ഉപ്പാൻ്റെ ഉമ്മ കേട്ടോ.
അപ്പം ഉപ്പാൻ്റെ ഉമ്മാനാണ് ഉമ്മച്ചി എന്ന് വിളിക്കുന്നത്. അപ്പം ഉമ്മച്ചി കറിയിൽ മീനെല്ലാം പിന്നെ ദോശയെല്ലാം ഏകദേശം ചുട്ട് പകുതി അയക്കുന്നു കേട്ടോ. ആ ടൈമിൽ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉള്ളെല്ലാം ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കേനെ. ഇനിയിപ്പം ബാക്കി ദോശ ഞാൻ ചുടലാണ് കേട്ടോ. ഇങ്ങനെ ദോശയെല്ലാം ചുടുന്ന സമയത്ത് ഈ ദോശ ഒന്ന് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ബാക്കി പണിയെല്ലാം ഇങ്ങനെ വേമ്പേ എടുത്തുകൊണ്ടുണ്ട് കേട്ടോ. അതൊന്നും ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഈ സമയത്ത് അയാനടിച്ച് ഓനെ ഫ്രഷ് ആക്കലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഈ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീനാക്കി ഇടലാണ്. പിന്നെ ഇങ്ങനെ ലാസ്റ്റാക്കലും പാത്രം കയ്യിലെല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ കേട്ടോ. അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം കുറേ ടൈം ഇങ്ങനെ പോകുമല്ലോ, ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കണം, അതിനെക്കൊണ്ട് അതിനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, കിച്ചൺ തുടക്കണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഏകദേശം പണിയെല്ലാം ഒന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പണിയെല്ലാം വേഗം തീർത്തിട്ട് പിന്നെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങലാണ് കേട്ടോ. അയാനെ വേഗം ഒരുക്കി കൊടുത്തിന്, അല്ലെ പിന്നെ ഓൻ ചൊറയാക്കും, അതിനെക്കൊണ്ട് ഓനെ വേഗം ഒരുക്കി കൊടുത്തിന് കേട്ടോ. പിന്നെ ഇത് ഉപ്പാൻ്റെ ഫാമിലിയിലത്തെ കുടുംബസംഘമാണ് കേട്ടോ. പിന്നെ ഉമ്മാമ്മനെ വിളിച്ചപ്പോൾ ഉമ്മാമ്മ വരുന്നില്ല, കഴിയുന്നില്ല, വൈകുന്നേരം വരെ ഇരിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞ് അതിനെക്കൊണ്ട് ഉമ്മാമ്മ വരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകലാണ് കേട്ടോ. ഇനിയിപ്പോൾ എടുക്കുന്ന വീഡിയോയെല്ലാം ഇങ്ങനെ പോകുന്ന വഴി കൂടെയുള്ള കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതെല്ലാം വയൽ സൈഡിൽ കൂടെ യാത്ര ചെയ്യാനെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബസ്സിലെല്ലാം ആകുമ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. സോങ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ പേരും എൻ്റെ പ്ലേസും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ച ആൾക്കാർ തന്നെയാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനാണ് എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ച ആൾക്കാരാണ് ഇവർ. ഇക്ക വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്, ഹൗസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഉമ്മ, ഉപ്പ, അനിയത്തി ഇത്ര ആൾക്കാരാണുള്ളത്. ഇവിടെ എനിക്ക് ഉപ്പുണ്ട്, ഏട്ടത്തിയുണ്ട്, ഞാൻ, പിന്നെ അനിയത്തി ഇത്ര ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. ഇക്ക പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടില്ല, ഒരു വർഷം കേട്ടോ. ഈ മന്ത് ഒരു വർഷമായിട്ടുണ്ട്. ഒരു പോയ ടൈമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ കരുതിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സക്സസ് ആയി കിട്ടാൻ ഞാൻ കരുതി ഈസിയാണെന്ന് കരുതി. പക്ഷേ കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ, എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് ഫംഗ്ഷൻ നടക്കുന്നത്. കുറേ ആൾക്കാരുണ്ടേനു കേട്ടോ, അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടേനു. അറിയാത്ത ആൾക്കാരെല്ലാം പരിചയപ്പെടാനും സംസാരിക്കാനും എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഇങ്ങനെ ഇടയ്ക്കെല്ലാം വെക്കുന്നത് നല്ല തന്നെയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ പരിചയപ്പെടാമല്ലോ. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്ന തിരക്കിലും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ടോ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അറിയുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ വ്ളോഗറെ എന്നെല്ലാം വിളിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ടേനു. അല്ലാതെ ഞാൻ അങ്ങനെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ച് ക്ലോസ് ആയവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഞങ്ങൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. കാരണം കുറേ ആൾക്കാരെ കാണാനും അറിയാത്ത ആൾക്കാരെ പരിചയപ്പെടാനും സംസാരിക്കാനും എല്ലാം പറ്റിയിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി ദിവസം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.